അവസാന മണിക്കൂറുകളിലും തുടർഭരണ പ്രതീക്ഷയിലാണ് LDF. ചില മേഖലകളിൽ തിരിച്ചടിയുണ്ടായാലും കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിജയം ഉറപ്പെന്ന് മന്ത്രിമാരും നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എനിക്ക് ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം ടേമിലേക്കുള്ള അധികാര പ്രവേശനത്തിൻ്റെ പ്രഖ്യാപനമായിരിക്കും നാളെ രാവിലെ വോട്ടെണ്ണുന്നത് മുതൽ നടക്കാൻ പോകും. മികച്ച രീതിയിലുള്ള വിജയം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പ്രതികരണമാണ് വന്നത്. 82,000+ വോട്ട് വാങ്ങി LDF മികച്ച വിജയം നേടും. നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. ജയിച്ചു വരാൻ കഴിയുമെന്ന നല്ല പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തുടർ ഭരണം ഉണ്ടാവും. 10 വർഷക്കാലമായിട്ട് നമ്മളൊരു പൊസിഷനിൽ നിൽക്കുകയാണ് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. അത് ഡിമ്പെന്ന് താഴോട്ട് പോകാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നു. റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരമുണ്ടെങ്കിൽ, ന്യൂനപക്ഷ ഏകീകരണമുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ജനകീയ MLA-മാരുണ്ട് എന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസം. നൽകിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണോ അവസാന മണിക്കൂറിലും LDF? റഹീസ് റഷീദ്. ഡോക്ടർ അരുൺകുമാർ, LDF-നെ സംബന്ധിച്ച് ചരിത്രത്തിലേക്ക് നടന്നു കയറുന്ന ഒരു ദിവസമായാണ് മെയ് 4-നെ അവർ വിശേഷിപ്പിക്കുന്നത്. അത്ര ആത്മവിശ്വാസം പേഴ്സണലായി സംസാരിക്കുമ്പോഴും മൈക്കിന് മുന്നിൽ സംസാരിക്കുമ്പോഴും LDF നേതാക്കളെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാന ദിവസങ്ങളിൽ ക്യാബിനറ്റിലൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ കാണാൻ ചെന്ന ഉദ്യോഗസ്ഥരോടക്കമുള്ള ആളുകളോടും തിരിച്ചു ഭരണത്തിലേക്ക് വരും എന്ന ഒരു ചിന്തയാണ് പ്രകടിപ്പിച്ചത്. 72 സീറ്റ് ഏറ്റവും കുറഞ്ഞതുണ്ടാകും, 78 സീറ്റ് വരെ വരാം എന്നതാണ് അവരുടെ ഒരു കണക്ക്. കഴിഞ്ഞ തവണ കിട്ടിയ 99-ലേക്കൊന്നും വരില്ല എന്ന് പാർട്ടി കരുതുന്നുണ്ട്. ഒരു 56 സീറ്റുകൾ ഉറപ്പായും വിജയിക്കാൻ കഴിയും, സ്വതന്ത്രരടക്കം എന്നതാണ് CPM കരുതുന്നത്. ഒരു 10-14 സീറ്റുകളോളം CPI-ക്കും വിജയിക്കാൻ കഴിയും. അപ്പോൾ തന്നെ കേവല ഭൂരിപക്ഷത്തെ അടുത്തായി. ബാക്കി ഉള്ള 29 സീറ്റുകളിൽ ഘടകകക്ഷികൾ വിജയിച്ചു വരുമ്പോൾ അതൊരു 78 വരെ വരാം എന്നതാണ് കണക്കുകൂട്ടൽ. നാളെ CPM-ന്റെ സംസ്ഥാന സെന്ററായ AKG സെന്ററിൽ MV ഗോവിന്ദനും പുത്രത്ത് ദിനേശനും മാത്രമായിരിക്കും പ്രധാനപ്പെട്ട നേതാക്കളായി ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ കണ്ണൂരിലാണ് ഉള്ളത്. MA ബേബി പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഡൽഹിയിലാണുള്ളത്. 6-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPIM വിളിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ നാളെ തിരുവനന്തപുരത്ത് ഉണ്ടാവുകയും ചെയ്യും. അരുൺകുമാർ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LDF ഇപ്പോഴും കടന്നുകൂടും എന്നുള്ളതാണ്. 75+ എന്നുള്ളതാണ്. 80 സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ളതാണ്.